الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം ജീവിതത്തിന്റെ എല്ലാ അനക്കങ്ങളിലും അടക്കങ്ങളിലും രഹസ്യ പരസ്യ ഇടപാടുകളിലും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുത്തഖികളായി മുഅ്മിനുകളായി അല്ലാഹുവിന്റെ സച്ചരിതരായ അടിമകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും സമന്മാരല്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികളാണ് വിജയികൾ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നേടിയെടുക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ സഹജമായ വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം അറിയുന്നത് അല്ലാഹുവാണ്. എല്ലാം അവന്റെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലാഹുവെ, സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ ഞങ്ങൾക്കിനി പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. ധാരാളം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്തിട്ടുള്ള ധാരാളം അമലുകൾ അല്ലാഹു അതൊക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ നമ്മൾ കഴിഞ്ഞു പോയവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇന്നിപ്പോ എത്രയോ മുഹറം മാസം എന്ന് പറയുന്നത് മാസത്തിന്റെ പ്രത്യേകത എന്താ? സാധാരണഗതിയിൽ ഒരു വർഷം കഴിഞ്ഞ്
ഡിസംബർ കഴിഞ്ഞാൽ ജനുവരിയിലേക്ക് കയറുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓഫറുകൾ പ്രഖ്യാപിക്കും. വർഷാവസാനം എങ്ങനെയാണല്ലോ, ക്രിസ്മസും ന്യൂ ഇയറും നമ്മൾ തന്നെ സ്റ്റിക്കർ അയച്ചു കൊടുക്കും, ആശംസാ കാർഡുകൾ കൊടുക്കും, ആശംസകൾ കൈമാറും, വലിയ ആഘോഷങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ആർപ്പുവിളികളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അതിനങ്ങോട്ട് ഗംഭീരമായിട്ട് നമ്മളങ്ങോട്ട് ആഘോഷം. വണ്ടിയും നാടും നഗരവും ക്ലബും സംവിധാനങ്ങളും ഒക്കെ ഒരു ന്യൂ ഇയറിന്റെ ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മുഹറം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് അത് അറിയാം എന്നതറിയില്ല. എന്ന് മാത്രമല്ല, മുഹറത്തിന്റെ മറ്റു ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ ചോദിച്ചു നോക്കുക, നമ്മുടെയൊക്കെ ധാരണ റമളാൻ അറബി മാസമാക്കിയിട്ടാണല്ലോ. നമ്മൾ ഒക്ടോബറിൽ റമളാൻ വരും, അടുത്ത വർഷത്തെ റമളാൻ 2027 ഫെബ്രുവരിയിൽ വരും, പിറ്റത്തെ വർഷം 2028 ഫെബ്രുവരിയിൽ വരും എന്നതല്ല നമ്മൾ പറയാ. റമളാൻ വരും, ദുൽഹിജ്ജ് വരും. പക്ഷെ റമളാൻ എത്രാമത്തെ മാസം നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ എത്ര പേർക്കറിയാം മുഹറം അവിടുന്ന് തുടങ്ങിയിട്ട് കൃത്യമായിട്ട് 12 മാസം ഉണ്ടല്ലോ. ആ മാസം അതിന്റെ അധാവിധം നമ്മളെ കൂട്ടത്തിൽ എത്ര പേർക്ക് തെറ്റാതെയും അതിന്റെ ക്രമം തെറ്റാതെ അറിയാൻ പറ്റും? എത്രാമത്തെ മാസം റമളാൻ? എന്നാൽ ഓഗസ്റ്റ് എത്രാമത്തെ മാസം, ഡിസംബർ എത്രാമത്തെ മാസം, സെപ്റ്റംബർ എത്രാമത്തെ മാസം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. മാത്രമല്ല, മുഹറത്തിനൊരു പ്രത്യേകത ഉണ്ട്. മുഹറത്തിന്റെ പ്രത്യേകത എന്താ? 4 മാസങ്ങൾ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തില് 4 പവിത്രമായ മാസങ്ങൾ, 12 മാസങ്ങളുണ്ട്. ആ 12 മാസങ്ങളിൽ 4 പവിത്രമായ മാസങ്ങളുണ്ട്. ആ മാസങ്ങൾ ഏതാ? എത്ര പേർക്കറിയാം ആ മാസങ്ങൾ ഏതാ? അതിൽ ഒന്നാണ് മുഹറം, മറ്റേതേതാ? മറ്റേത് റജബ്. അതുപോലെ തന്നെ മറ്റ് 2 മാസം ഏതാ? ആ മാസമാണ് ദുൽഖഅദും ദുൽഹിജ്ജും. ഈ ദുൽഖഅദും ദുൽഹിജ്ജും മുഹറവും തുടർച്ചയായ 3 മാസം, ദുൽഖഅദ്, ദുൽഹിജ്ജ്, മുഹറം. പിന്നെ അതിന്റെ ഇടയിലുള്ള റജബ്. ഈ 4 മാസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ചില ശ്രേഷ്ഠതകളുള്ള മാസം. യുദ്ധം നടക്കാൻ പാടില്ല. ആ മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. മുഹറം മാസത്തിന് ചില പ്രത്യേകത. യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅത്തുൻ ഹുറും. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളെ അദ്ദേഹം അല്ലാഹു കണക്കാക്കി. അതിൽ തന്നെ 4 മാസങ്ങൾക്ക് പ്രത്യേകമായ ഒരു പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ഖുർആൻ നമ്മളോട് പറയുന്നു. ഇസ്ലാമിന്റെ ചില ഷിആറുകൾ, അടയാളങ്ങൾ, ഇതുപോലും ചിലപ്പോൾ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകും. അന്യം നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം, ചുറ്റുപാടും പരിസരവും നമ്മുടേതല്ലാത്ത സംസ്കാരങ്ങൾക്ക് മേധാവിത്വം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡിസംബർ പ്രാധാന്യമാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജനുവരി 1 പ്രാധാന്യമാകുന്നത്. അതുകൊണ്ടാണ് ഡിസംബർ 31 രാവ് ആഘോഷ രാവായിട്ട് നമ്മൾ മാറുന്നത്. അതുകൊണ്ടാണ് 2026 കഴിഞ്ഞു പോകുന്നതും 2027 പ്രവേശിക്കുന്നത് നമ്മൾ അറിയുന്നത്. അതുകൊണ്ടാണ് ജൂലൈ മാസം നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ജൂൺ പകുതി എന്ന് പറയുന്നത് നമുക്ക് പ്രാധാന്യമുള്ള മാസമായിട്ട് മാറുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മേധാവിത്വമുള്ളത് നമ്മൾ പഠിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ അത് വെച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ആവേണ്ടത്. എത്രയാണ് ഹിജറ വർഷം? ഈ ഹിജറ വർഷം 1448 നമ്മൾ പ്രവേശിച്ചു. 1448 പ്രവേശിച്ചു. എന്താ മുഹറത്തിന്റെ പ്രത്യേകത? മുഹറത്തിന്റെ താസു, ആശൂർ 2 പ്രധാനപ്പെട്ട ദിവസങ്ങൾ. 9ഉം 10ഉം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. നിങ്ങളുടെ എല്ലാ പാപങ്ങളും ആ നോമ്പോട് കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ മൂസ അലൈഹിസ്സലാമയുടെ അനുയായികളായ ഖൗമ് ഈ ദിവസത്തെ കൊണ്ടാടുന്നത് റസൂലുള്ളാഹ് കാണുകയാണ്. അപ്പൊ ഞങ്ങള് മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ എല്ലാ മർദ്ദകനായ ഭരണാധികാരിയിൽ നിന്ന് മോചിതനായി ഈജിപ്ത് മറികടന്ന് മൂസ അലൈഹിസ്സലാം സീനാ പർവ്വതത്തിലേക്കും മലയിലേക്കും ഈജിപ്ത് മറികടന്ന് ചെങ്കടൽ കടർന്ന് പിടർന്നു പോയ ഒരു രാവ്, ഒരു ദിവസം എന്ന പ്രത്യേകത ഈ ആശൂറക്കുണ്ട്, മുഹറം 10-നുണ്ട്. അതുകൊണ്ട് ആ മുഹറം 10-ന് ഇസ്രായേൽ വിഭാഗം മൂസ അലൈഹി സ്വലാമിയുടെ അനുചരന്മാർ കൊണ്ടാടുന്നത്. അതുകൊണ്ട് അവരെക്കാൾ ഏറ്റവും മൂസ അലൈഹി സ്വലാമയോട് അടുത്തും കടപ്പാടും ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതും നമ്മളാണ്. അതുകൊണ്ട് നമ്മളാണ് മൂസ അലൈഹി സ്വലാമയെ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത്. അതുകൊണ്ട് നമുക്ക് നോമ്പനുഷ്ഠിക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അപ്പൊ അവര് നടക്കുന്നത് പോലെ നടത്തണ്ട. നമുക്ക് താസുഅ 9ാമത്തെ ദിനം കൂടി, മുഹറം 9ഉം 10ഉം നമുക്ക് നോമ്പനുഷ്ഠിക്കാം.
അങ്ങനെയാണ് മദീനയിൽ എത്തിയതോടു കൂടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുന്നത്ത് 2 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമായിട്ട് ഈ സുന്നത്ത് നോമ്പിനെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിപ്പോ മുഹറത്തിലേക്ക് എത്തി. നമുക്കറിയില്ല, ഒരു വർഷം സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കണം. ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നോക്കുമല്ലോ. നിങ്ങൾ നന്നായിട്ട് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം, ആയുസ് തീരുക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വളരെ പെട്ടെന്നാണ് ഓരോ ദിനവും ആയുസും വർഷങ്ങളും കടന്നു പോണത്. കാലമാണ് സത്യം, ദിവസങ്ങളാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ മുഴുവൻ മഹാനഷ്ടത്തിലാണ്, മഹാ അശ്രദ്ധരാണ്. ലോകത്തെക്കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടും മനുഷ്യൻ അശ്രദ്ധരാണ്. എന്താ ഈ ഖുർആൻ പറയുന്നത് എന്ന് വ്യക്തമാവണില്ല. എന്താ ഖുർആൻ കൊണ്ട് ഉദ്ദേശിച്ചത്? ഇമാം റാസി റഹിമഹുല്ല, വലിയ മുഫസ്സിർ, ഇമാം റാസി റഹിമഹുല്ല ഈ ആയത്തിന്റെ വിശദീകരണം എങ്ങനെയാണ് പകരേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരിക്കൽ ചന്തയിലുണ്ട് ഐസ് വിൽപ്പന നടത്തുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അവന്റെ ജീവിത മൂല്യത ഉരുകി തീരാനോ. എന്നോട് ആരെങ്കിലും എന്റെ ഈ ഐസ് ഒന്ന് വാങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഐസ് ഇതാ ഉരുകി ഇല്ലാതാവാണ്. ഇമാം റാസി റഹിമഹുല്ല എഴുതി വെച്ചു, ഇതാണ് ജീവിതം, ഉരുകി ഇല്ലാതാവാണ്. 40 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരോ, 40 വയസ്സിന്റെ ജീവിതത്തിന്റെ ആയുസ്സിൽ കഴിഞ്ഞുപോയി, നിനക്ക് തിരിച്ചില്ല. നീ ആലോചിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ചിട്ട്? 50 വയസ്സും 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഫ്ലാഷ് ബാക്ക് അടിച്ചു നോക്കും. കഴിഞ്ഞ 50 വർഷം എന്താ ഉണ്ടായത്? എന്താ ഉണ്ടാക്കിയത്? എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? മഹാനായ ഉമർ അൽ ഖത്താബ് പറഞ്ഞല്ലോ, നിങ്ങളെ കുറിച്ച് തന്നെ ഒരു വിചാരണ നടത്തൂ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ചാണ്, ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താ ജീവിതത്തിലുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? അള്ളാന്റെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എന്നോട് തന്നെ വിചാരണ നടത്തുകയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങി മദീനക്ക് പോവാം. അപ്പൊ മദീനയിൽ ഇങ്ങനെ പോകുമ്പോ അന്നൊക്കെ ഇങ്ങനെ നടന്നിട്ടും ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെയാണല്ലോ പോവാ. പോയി ഇങ്ങനെ ഇടവത്യത്തിലെത്തുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ട് ഉറക്കനെ പറയുന്നു, അല്ലാഹുമ്മ ഖബിറത്ത് സിന്നി, അല്ലാഹു എന്റെ ആയുസ് അങ്ങനെ നീണ്ടു പോവാണ്. ആരോഗ്യമൊക്കെ ദുർബലനായിട്ടുണ്ട്, മറക്കാൻ വയ്യാതെയായി മുട്ട്. മനസ്സ് വിചാരിച്ചോടത്തേക്ക് ശരീരത്തെ ഓടിപ്പിക്കാൻ കഴിയാതെയായി, വിചാരിച്ചോടത്തേക്ക് ശരീരത്തെ എത്തില്ല. ഒന്നും നടന്നാൽ തളർച്ചയാണ്, കിടപ്പ് കൂടുതലാണ്, കയറ്റം കയറാൻ വയ്യ, നിസ്കരിക്കുമ്പോ റുക്കൂക്കും സുജൂദുക്കും പോകാൻ വയ്യ, മുട്ടിന് വേദന വന്നിട്ടുണ്ട്, വെറുതെ ഇരുന്നാൽ തന്നെ നീര് വരും. അള്ളാഹുനോട് പറയാ, അള്ളാഹു എന്റെ ആയുസ് ഉണ്ടല്ലോ, എന്റെ ശരീരം, എന്റെ ശക്തി, ഇതൊക്കെ അങ്ങനെ ദുർബലായിരിക്കുന്നു. എനിക്കാണെങ്കിലോ ഒരുപാട് ഇന്റേതായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കരമായ വ്യാപനവും ഭയങ്കരമായ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളിത് പറയുമ്പോ എങ്ങനെയാ, എനിക്കും തന്നെ ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഒരു 50-60 വയസ്സായ ആളിങ്ങനെ പറയണത് ദുർബലനായി, ശരീരം തളർന്നു. കഴിഞ്ഞ വർഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തിനിടയിലാണ് ഒരു കിതപ്പ് വന്നപ്പോഴും ക്ഷീണം വന്നപ്പോഴും വേർപ്പൊക്കെ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വേർപ്പൊക്കെ ഇങ്ങനെ പൊടിച്ചപ്പോഴും വിശപ്പിന്റെ അസുഖമൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ ഭക്ഷണത്തിനോട് പ്രിയക്കാരി വന്നപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഷുഗർ ഭയങ്കര കൂടുതലാണ്. വെറുതെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ താടി ഇങ്ങനെ കൂടെയാണ്, നോക്കുമ്പോ കൊളസ്ട്രോൾ കൂടുതലാണ്. വെറുതെ എന്തോ മുട്ടിനൊരു വേദന, ചെന്ന് നോക്കുമ്പോൾ ലിഗമെന്റിന് പ്രശ്നമാണ്, എന്തോ ഒരു കിതപ്പ്, ഒരു ആശ്വാസം, ഒരു പ്രയാസമുണ്ട്, എന്തോ ഇങ്ങനെ നീരിങ്ങനെ കൂടുതൽ, ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ലിവറിന് പ്രശ്നമാണ്. ഇങ്ങനെ ഉണ്ടല്ലോ. മാത്രമല്ല ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടുതലാണ്. മോന് ഉണ്ട്, കല്യാണം നടത്താണ്ട്, എന്റെ വീട്ടിൽ തന്നെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട്, മക്കൾക്ക് വരവാണ്. ഇങ്ങനെയൊക്കെ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ കൂടാണ്. ഒറ്റ അപേക്ഷയുള്ളൂ. ഉമർ ഖത്താബ് പറയാം അള്ളാന്റെ മുമ്പിൽ, എനിക്കൊരു ഒറ്റ അപേക്ഷ ഉണ്ട്, അള്ളാഹുവേ എന്നെ നല്ല പോലെ ഈ പിടിക്കണം, നല്ല പോലെ സ്വീകരിക്കണം. എനിക്കറിയില്ല എന്താ സംഭവിക്കുക, എപ്പോഴാ പോവേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കൊരു വിളിണ്ട് വരാൻ, അതെങ്ങനെയാണ് അസുഖം എന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മോട് സൂചിപ്പിച്ചു. അതിലൊരു കാര്യം ഇവിടെ വിട്ടുപോയത്, അതിന്റെ തൊട്ട് ദിവസം ഇത് അൽ ജസീറ വരെ, കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ അൽ ജസീറ വരെ ന്യൂസ് ആക്കിയിട്ടില്ല. ബാങ്ക് ഇങ്ങനെ കൊടുക്കുക മുഅദ്ദിൻ, കേരളത്തിലൊരു പള്ളിയിൽ ഇങ്ങനെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ വീണു. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വാങ്ങ് കൊടുക്കൂലല്ലോ, കഫക്കെട്ട് ഉണ്ടെങ്കിൽ, ജലദോഷം ഉണ്ടെങ്കിൽ വാങ്ങ് കൊടുക്കൂലോ.
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് അടുത്ത അശ്ഹദുവിന് അദ്ദേഹം കഴിഞ്ഞു വീണു. CCTV ഉണ്ടാരങ്ങ ചിലത് ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. CCTV ഉണ്ടാവും. നിന്ന നിൽപ്പിനാണ് കുഴഞ്ഞു വീണിട്ട് പോയിട്ട്. അപ്പൊ ഉമർ ഖത്താബ് പഠിച്ചവരോട് പറയാണ്, അല്ലാഹുവേ ഫഖ്ബിനിലേക്ക്, ഞാൻ നിന്നിലേക്ക് വരുമ്പോ നന്നായിട്ട് എന്നെ സ്വീകരിക്കണം. ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയവരായിട്ട് അള്ളാഹ് എന്നെ സ്വീകരിക്കും. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വരുത്തിയവനായി, അതിരുവിട്ട് പ്രവർത്തിച്ചവനായിക്കൊണ്ടും അള്ളാഹുവെ എന്നെ സ്വീകരിക്കരുത്, ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കണേ. നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ആയുസ്സിനെ വെച്ചിട്ട് നമുക്കറിയാം ഏത് സമയത്ത് എടോ നാളെ എന്താണ് ഈ സമ്പാദിച്ചത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നാളെന്താ നടക്കാൻ പറയാൻ കഴിയില്ല. നാളെന്താ നടക്കുന്ന പറയാം. എത്രയോ ഉണ്ടാവുമല്ലോ നമ്മുടെ തന്നെ ലോകത്ത്, നമ്മുടെ തന്നെ ചുറ്റുപാടിൽ, നമ്മുടെ തന്നെ പരിസരത്ത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബ കേട്ട മനുഷ്യൻ വളരെ മോഹങ്ങളും താല്പര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. അദ്ദേഹത്തിന് അടുത്ത വെള്ളിയാഴ്ച പലതും ഓഫർ ചെയ്തിട്ടുണ്ടാവും. ജുമാക്ക് കാണാന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ വേറെ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോ വായിക്കണ്ടല്ലോ, ഇന്ന് ചരമ പേജ് വായിച്ചെടുത്തിട്ടുണ്ടാവും. നാളെ അയാളുടെ ഫോട്ടോ വെച്ചിട്ടേക്കാരും മറ്റുള്ളവർ ചരമ വാർത്ത വായിക്കുക. നമ്മളെ നാട്ടിൽ നടക്കണം. നാളെ എന്താണോ ഈ സമ്പാദിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. ഏത് ഭൂമിയിൽ വെച്ചിട്ട് എങ്ങനെ മരിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എങ്ങനെ മരിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആലോചിച്ച് നോക്ക്, പരിശുദ്ധ ഖുർആന്റെ ഒരു ഓർമ്മപ്പെടുത്തുക. ഇന്നല്ലാഹു അലീമുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ഓരോ വെള്ളിയാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ വെള്ളിയാഴ്ച സൂറത്ത് മുനാഫിഖൂൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ട് പ്രത്യേകത ഉണ്ടാകും. ഒന്ന് സൂറത്ത് മുനാഫിഖൂൻ. എന്നാ മുനാഫിഖ് എന്ന് പറഞ്ഞാല് ഇടക്കിടക്ക് പരിശോധിക്കണം. ദൈവനിഷേധിയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആരാ ദൈവനിഷേധി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓൻ അള്ളാനെ പച്ചക്ക് നിഷേധിക്കും, ദൈവത്തെ പച്ചക്ക് നിഷേധിക്കും. അപ്പൊ ഇതിന്റെ അടയാളങ്ങൾ ഒന്നും ഉണ്ടാവില്ല. നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, ഖുർആൻ ഉണ്ടാവില്ല. ദൈവനിഷേധിയെ കുറിച്ചിട്ട് ബഹുദൈവ വിശ്വാസിയും ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഹുദൈവ വിശ്വാസിയും ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മുനാഫിക്കിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ജുമായിൽ പങ്കെടുക്കും, ഒന്നാമത്തെ സൊഫിലുണ്ടാവും, യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടും, സ്വതക്കം ധാരാധർമ്മം ചെയ്യുന്നുണ്ടാവും, നല്ലതായിട്ട് ഉഷാറായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ടാവും. ഇവൻ അങ്ങോട്ട് മനസ്സിലാക്കാൻ ഒരു അടയാളം നമ്മളെടുത്തില്ല, ഒരു തെളിവും. ഇയാൾ മുനാഫിക്കാണോ വിശ്വാസിയാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ കഴിയൂല. സൂറത്ത് മുനാഫിക്ക് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അയാൾ നിങ്ങളെ കാഴ്ചയിൽ അയാൾ നിസ്കാരത്തിന് അബ്ബുല് സൊഫില് സുബൈക്ക് വള്ളിയിലുണ്ടാവും. റസൂലിന് പോലും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയില്ല യുദ്ധത്തിന് ഇറങ്ങി, ഞങ്ങളുണ്ട് റസൂലെ, ഞങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കിടന്നു. മുനാഫിക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? പിരിച്ചായി എന്ന തുറപ്പന്റെ പണി, മണ്ണ് തുറക്കണ പണി. ഇതിന്റെ എല്ലാം കിടന്നിട്ടുണ്ടാവും, ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ. അത് പറയുമ്പോ നല്ല അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. നല്ല അഭിപ്രായം പറയും, കേട്ടാ നമ്മൾ വിചാരിച്ചു നല്ല അഭിപ്രായം, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വിഷയം, ഉള്ളിന്റെ ഉള്ളിൽ വിഷയം. ഇതാ മുനാഫിക്ക്. നഫഖ എന്ന് പറഞ്ഞ പെരിച്ചായി, മണ്ണ് തുറന്നെടുക്കണ പെരിച്ച. ഈ തുറപ്പന്റെ പണിയെടുക്കുന്ന ആളാണ് ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ നമ്മുടെ മുമ്പിൽ അത് വരച്ച് കാണിക്കുന്നത്. യുദ്ധത്തിന് പോകുമ്പോൾ ഇറങ്ങിയും എന്നിട്ട് വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ വിത്തനം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ പോയാൽ നമ്മളെക്കാൾ ശക്തി അവരുണ്ട് കേട്ടോ, അപ്പൊ നമ്മളെക്കാൾ ആയുധം അവരുണ്ട് കേട്ടോ. അതോട് പേടിക്കണം റസൂലെ. റസൂല് മനസ്സിലാക്കാൻ പറ്റില്ല. അള്ളാഹ് വഹി ഇറങ്ങി കൊടുക്കുക ഇവര് മുനാഫിക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ പഠിപ്പിക്കുക. ഇവിടെ വിശ്വാസികളല്ല കേട്ടോ, അവര് കള്ള മുനാഫിക്കുകളാണ്. ഇവര് പെരിച്ചായിന്റെ പണിയെടുക്കുന്ന ആളുകളാണ് അവര്. ഈ മുനാഫിഖ് എന്ന് പറയുന്ന സൂറയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ പിടികൂടുന്ന മരണം ഉണ്ടല്ലോ, ആ മരണം വരുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മൾ വെച്ചിട്ട് വിലയിരുത്തി കഴിഞ്ഞത് അള്ളാഹിന്റെ മുമ്പ് നമ്മൾ പറയാം. അള്ളാഹ് സ്വീകരിക്കും. നിരാശരാകുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് അത് സംഭവിച്ചല്ലോ, ചിലതെന്തോ തെറ്റിപ്പോയാലും സംഭവിച്ചു പോയല്ലോ, അബദ്ധങ്ങൾ വന്നു പോയല്ലോ, എന്തോ ഹറാമിൽ അകപ്പെട്ടു പോയല്ലോ, സമ്പാദ്യത്തിൽ ഹറാമ് വന്ന് ധാർമ്മിക ജീവിതത്തിൽ എന്തോ പുഴുക്കുത്ത് സംഭവിച്ചല്ലോ, നിയന്ത്രിക്കാൻ പറ്റാത്തൊരു പാടുണ്ടായല്ലോ. ഇത് വെച്ചിട്ട് നിരാശരാകുന്നു. അള്ളാഹ് പൊറുക്കും, അള്ളാഹ് കാരുണ്യമാണ്. പക്ഷെ തുടർന്നുള്ള കാരണം എനിക്ക് ആയുസ് വളരെ പരിമിതമാണ്. നമ്മളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഒരു 30 വയസ്സായ ആളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്തായാലും ഇപ്പൊ അടുത്തൊന്നും ഞാനിപ്പോ ഓഫ് ആവില്ല. ഒരു 60-65 വയസ്സ് വരെയൊക്കെ എന്തായാലും ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ലല്ലോ. 50 വയസ്സായ ഒരാളുണ്ട്, ബോഡി എല്ലാ ഫുൾ ചെക്കപ്പും നടത്തി. ഹോസ്പിറ്റലിന്റെ മുമ്പിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പരസ്യം, ഒരു 1500 റുപ്യ തന്നാൽ ഫുൾ ചെക്കപ്പ്. നമ്മൾ കൊണ്ടേ കൊടുക്കും, പേടിയുണ്ട് നമുക്ക്. കൊണ്ടേ കൊടുത്തിട്ട് ലിസ്റ്റ് വരുമ്പോ ഒരു പ്രശ്നമല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ.
50 വയസ്സായ ആളും വിചാരിക്കുകയാണ് എന്താ ഒരു 80, 85, 90 വരെയൊക്കെ പോകും, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഉടനടി പോകും. ഇത്രയും അള്ള തന്നല്ലോ, ഇത്രയും ആയുസ് അള്ള തന്നല്ലോ. ചിലതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയുള്ളൊരു കാലം, അടുത്ത വർഷം മുഹറത്തിന്റെ ഇടയിൽ എന്താ സംഭവിക്കാന്നറിയില്ല. മുന്നിൽ ഞാൻ കാണുന്നുണ്ട്, സുബൈക്ക് വന്നിട്ട് പെണ്ണുങ്ങൾ വന്നിട്ട് വിളിച്ചു നോക്കുമ്പോൾ ഉണ്ടാവും കൈ അനക്കാൻ പറ്റുന്നില്ല, ബോധമുണ്ട്, വർത്താനം പറയാൻ പറ്റുന്നുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അടിയിലാണ്, ഒരു ഒറ്റ വേദനയുടെ കുഴച്ചില്ല, മരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അനങ്ങാൻ വയ്യ, കൈ അനക്കാൻ വയ്യ, നടക്കാൻ വയ്യ. സംഭവിക്കാലോ 2020 അടുത്ത വർഷത്തെ മുഹറത്തിന്റെ മുമ്പിൽ സംഭവിക്കാലോ. ഇതാ മനുഷ്യന്റെ അവസ്ഥയുള്ളൂ. മരണം വരുന്നതിന് മുമ്പ് എടോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോ, ചെയ്യാനുള്ളത് ചെയ്തോ. സൂറത്ത് മുനാഫിഖിനെ ഉണർത്തുകയാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ഇനിയിപ്പോ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ അവസാനം ഇങ്ങനെ പറയാനോ, ഇനിയിപ്പോ നിങ്ങൾ വീട്ടിൽ കൊണ്ടേക്കോളി, പ്രതീക്ഷ ഒന്നുമില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടേക്കണം. ഇനിയിപ്പോ നിങ്ങള് നമ്മളങ്ങനെ ചിലപ്പോൾ മക്കളൊക്കെ പറയും വെന്റിലേറ്ററിലൊന്നും വെക്കേണ്ടതില്ല, അവസാന നിമിഷം അപ്പൊ നമുക്ക് ഗെലിമൊക്കെ ചൊല്ലി കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മനസ്സിൽ തോന്നും, ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് കാര്യമുണ്ട്, അബദ്ധമുണ്ട്, അപ്പൊ പറയാൻ പോലും കഴിയൂല, മനസ്സിലുണ്ടാവും ആഗ്രഹം. ആ പറമ്പൊന്ന് വഖഫാക്കി കൊടുക്കാം, അത് പള്ളിക്ക് കൊടുക്കാം. കുറച്ച് അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ലപ്പം കാലത്ത് ഹജ്ജ് ചെയ്യായിരുന്നു, നല്ലപ്പം കാലത്ത് ഉംറ ചെയ്യായിരുന്നു, നല്ലപ്പം കാലത്ത് നിസ്കരിക്കായിരുന്നു, നല്ലപ്പം കാലത്ത് ഖുർആൻ നോക്കായിരുന്നു, നല്ലപ്പം കാലത്ത് എന്തൊക്കെ ചെയ്യായിരുന്നു എന്ന് മനസ്സിൽ ഇങ്ങനെ കിടക്കും, പുറത്തു കട വരും ഈ ഒരു ഘട്ടം. ആ സമയത്ത് അല്ലാഹുവോട് ചോദിക്കണം, അല്ലാഹ് കുറച്ച് സമയം, വളരെ കുറച്ച് സമയം, ഒരു 10 മിനിറ്റെങ്കിലും അധികം, ഒരു ദിവസമെങ്കിലും അധികം, അല്ലാഹ് ഒരു ദിവസമെങ്കിലും നടക്കാൻ പറ്റുന്ന കോലത്തിൽ, ഒരു ദിവസമെങ്കിലും തിരിച്ചറിവുള്ള കോലത്തിൽ, ഒരു ദിവസമെങ്കിലും പള്ളിക്കൊക്കെ എനിക്ക് അവസാനമായിട്ട് പോകാൻ പറ്റുന്ന ഒരു കോലത്തിൽ അല്ലാഹ് തിരിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹ് ഇന്ന് ഒരിക്കലും നിങ്ങളെ പിന്തുണയ്ക്കുക. നിങ്ങൾ തായ്ലാന്റിലാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അടുപ്പുള്ള ആളാ സമീൽ സാഹിബ്, എല്ലാവർക്കും അടുപ്പുള്ള ആളാണ്. എത്രയോ മനുഷ്യന്മാരെ ഊർജ്ജസ്വലനായി പുതിയ വസ്ത്രം ധരിച്ച് മനോഹരം ഒരു പറ്റം യാത്രാ സംഘങ്ങള് നമ്മുടെ കോഴിക്കോടും മലപ്പുറത്തും മലബാറിലൊക്കെ ഉള്ള യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന അടയാളങ്ങൾ കാണുന്ന ബൈത്തുൽ മഖ്ദിസിന് ഈജിപ്തിലൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. അങ്ങനെ തായ്ലാന്റിലേക്ക് സംഘത്തിട്ട് പോയതാണ്. നന്നായിട്ട് അവിടെ യാത്ര കഴിഞ്ഞിടത്തി ഫ്ലൈറ്റ് ഇറങ്ങി, അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്നു, താമസിക്കുന്ന സ്ഥലത്തേക്ക് യാത്രാ സംഘത്തെ മുഴുവൻ കൊണ്ടുപോയി അവർക്ക് വേണ്ട നാളെ രാവിലെ നമുക്ക് ഇന്നതൊക്കെ പോകാനുള്ള നിർദ്ദേശം കൊടുത്തു. നാളെ രാവിലെ ആകുമ്പോൾ യാത്രക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്ന നിൽപ്പിലൊരു വീഴ്ച. എവിടെ വെച്ചിട്ട് എങ്ങനെയാണ് മരിക്കെന്ന് പറയാൻ കഴിയില്ല. ഇത് നന്നായിട്ട് ഓർക്കണം, നല്ലതാണ്. ഇനിയുള്ള ആയുസ്സെങ്കിലും ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഖുർആനിൽ പലയിടത്തും പൊതുവായിട്ടുള്ള പ്രഖ്യാപനം നടത്താം, പൊതുവായിട്ട് എല്ലാവർക്കും ഉള്ള. പക്ഷെ ഇവിടെ സൂറത്തുൻ നഹ്ൽ 97-ാമത്തെ സൂക്തം, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, മുഅ്മിനായി കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ, മുഅ്മിനായി കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ ഫലനുഹ്യന്നഹും ഹയാതൻ ത്വയ്യിബ, അതിമനോഹരമായ ജീവിതം അല്ലാഹു പകർന്നു കൊടുക്കും. നമ്മൾ തീരുമാനിക്കുക, പരീക്ഷണം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും, അധർമ്മങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൂത്തപ്പെടും. നമ്മൾ തിരിഞ്ഞാലും മറിഞ്ഞാലും ഒക്കെ പിശാചിന്റെ പ്രകോപനങ്ങൾ ഉണ്ടാവും. പിശാച് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ കോലത്തിലും കേട്ടോ, മനുഷ്യരിലുണ്ട് പിശാച്, ജിന്നിലുണ്ട് പിശാച്. പിശാച് മതദർശനങ്ങളാവും, പിശാച് നാഗരികതകളാവും, പിശാച് സംസ്കാരങ്ങളാവും. പിശാച് ഇവിടുത്തെ ചുലുതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതും ഇടത്തും വലത്തും മുമ്പിലും ബാക്കിലും പൈശാചികമായ പ്രലോഭനങ്ങൾ നിങ്ങൾ കൊടുക്കും. പിശാച് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിശാച് നമ്മൾ വിചാരിക്കണേ പിശാച് ഇത് വേറെന്തോ സാധനമാണ്. അങ്ങാടിക്ക് ഇറങ്ങിയ പിശാചുണ്ട്, വീടിന്റെ അളത്തരത്തിൽ പിശാചുണ്ട്, മൊബൈൽ നിങ്ങളും മാത്രം ഒറ്റക്ക് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പിശാചുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും അധാർമികമായിട്ട്, നിങ്ങളുടെ കൂട്ടുകാരന്റെ സംഘം ചേരുന്ന കൂട്ടുകാരുടെ ഇടയിൽ പിശാചുണ്ട്. ഈ പിശാച് ഉണ്ടായിരിക്കാം, പൈശാചികമായ പ്രലോഭനങ്ങൾ ഉണ്ടായിരിക്കാം, പ്രകോപനങ്ങൾ ഉണ്ടായിരിക്കാം. ചെകുത്താന്റെ ലോകം നിങ്ങളുടെ മുമ്പിൽ വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ഹയാത്തൻ ത്വയ്യിബ, സംതൃപ്തമായ ജീവിതം നയിക്കുന്ന
സംതൃപ്തമായ ജീവിതം നയിക്കുന്നവന്, ഏറ്റവും ഉത്തമമായ ജീവിതം നയിക്കുന്നവന്. തൊയ്യീബ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് തൊയ്യീബായ ഭക്ഷണം കഴിക്കണം. ഓരോരുത്തർക്കും പറ്റുന്ന ഭക്ഷണം കഴിക്കണം. ചില ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം ഹലാലായ ഭക്ഷണം, ഹലാലായ ഭക്ഷണം തന്നെ ചില ആളുകൾക്ക് ചിലപ്പം തൊയ്യീബാവണം. പനി പിടിച്ച് കിടക്കുക, പനി പിടിച്ച് കിടക്കുന്ന ആൾക്ക് ഒരു ഡോക്ടറും ബിരിയാണി എടുത്തോളൂ എന്ന് നിർദ്ദേശിക്കൂലല്ലോ. ബിരിയാണി ഹലാലല്ല. പനി പിടിച്ച് കിടക്കുന്ന ഒരാളുടെ തൊയ്യീബായ ഭക്ഷണം എന്താ? സാധാരണ നമ്മൾ കണക്കണ പോലെ കഞ്ഞി, നല്ല ചമ്മന്തി. നല്ല പനി പിടിച്ച ഒരാൾ ബ്രെഡ് നമ്മൾ കൊടുക്കും, നൈസായ ഭക്ഷണം കൊടുക്കും. ഇതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം തൊയ്യീബ്. അത് അയാൾക്ക് ഹലാലല്ല, ബിരിയാണി ഹലാലല്ല, കട്ടിയുള്ള ഭക്ഷണം ഹലാലെന്ന് വെച്ചിട്ട് നമ്മൾ കൊടുക്കൂലല്ലോ. പ്രസവിച്ചൊരു കുഞ്ഞിന്, പാല് കുടി മാറ്റിയൊരു കുഞ്ഞിന് കൊണ്ടുപോയിട്ട് കനുള്ള ഭക്ഷണം കൊടുക്കൂലല്ലോ. ഈ കുട്ടിക്ക് എല്ലാം ബീഫും മട്ടനും ബീഫൊക്കെ ഹലാലാണെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് നമ്മളത് കൊടുക്കൂലല്ലോ. കൊടുക്കുന്ന രീതിയുണ്ട്. ഇതാണ് തൊയ്യീബ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ തൊയ്യീബായിട്ട് ഒരാളെ നോക്കിയിട്ട് അയാളെ പോലെ ആവണം എന്നതല്ല ജീവിതത്തിന്റെ കാഴ്ചപ്പാട്. 1,00,000 സാലറി വാങ്ങുന്നവരും കഷ്ടപ്പാടും പ്രാരാബ്ദം പ്രയാസമായിരിക്കും. 15,000 രൂപ സാധനം വാങ്ങുന്നവർ ഒരു കടം ഉണ്ടാവും, സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടാവും. ഇതാണ് തൊയ്യീബ് എന്ന് പറയുന്നത്. ഈ തൊയ്യീബായ ഒരു ജീവിതം, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, മനോഹരമായ ഒരു ജീവിതം, അള്ളാഹ് അനുവദിച്ചിട്ടുള്ള ജീവിതം. നമ്മൾ കാണലുണ്ട്, നമ്മളെല്ലാം ഇങ്ങനെ നിരോധങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അതല്ല ഇസ്ലാം. ചെയ്യൂ, അത് ചെയ്യും, അത് പ്രവർത്തിക്കും, ജീവിതം ആനന്ദിക്കും, ആസ്വദിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ട്. അതെന്തിനാണ്? ജീവിത കളറാവാനാണ് ഈ ബൗണ്ടറി നിർമ്മിക്കുന്നത്. എന്തിനാ? ത്രോ ലൈനിൽ പോയാൽ എന്താ? കൈകൊണ്ട് ത്രോ എറിയണം. ബോക്സിന്റെ ഉള്ളിൽ വിട്ട് ഫൗൾ ചെയ്താൽ എന്താണ്? പെനാൽറ്റി. ഈ നിയമം, റഫറിംഗ്, ചിട്ടി വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നതിന് മനോഹാരിത, ഫുട്ബോൾ കളിക്ക് മനോഹാരിത വരുന്നത് അപ്പോഴാണ്. ഇതിന് ബൗണ്ടറി ഉണ്ട്, റഫറി ഉണ്ട്, കളി നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ഇതേ ഇസ്ലാമും പറഞ്ഞിട്ടുള്ളൂ, ഇതേ ഇസ്ലാമും വെച്ചിട്ടുള്ളൂ. ഈ ജീവിതത്തിൽ ഒരു മനോഹാരിത ഉണ്ട്. ആ മനോഹാരിത നിങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ്. ചെയ്യരുത് എന്നത് അള്ളാഹ് കൃത്യമായി പറഞ്ഞു. അതിങ്ങനെ ചെയ്യരുത്, അതിങ്ങനെ ഹറാം എന്ന് പറഞ്ഞു. അതേസമയം നിങ്ങൾ തൊയ്യിബൻ ഹയാത്തൻ തൊയ്യിബ്, മനോഹരമായ ജീവിതം, ആ മനോഹരമായ ജീവിതം നിങ്ങൾ നയിക്കുക. അള്ളാഹ് സഹായിക്കും. അള്ളാഹിന്റെ പ്രത്യേക കാവലുണ്ടാവും. കണ്ണ് ഇമ വെട്ടുന്ന നേരം പോലും പഠിച്ചോളം എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല, കഴിയില്ല, ഞാൻ ദുർബലനാണ്, അള്ളാഹ് ഏറ്റെടുക്കണം. ഈ പ്രാർത്ഥന അള്ളാഹുവിന്റെ ദിവസങ്ങൾ നന്നാക്കണം. ഹസന, ദുനിയാവും ഈ ജീവിതവും ഇഹലോകവും പരലോകവും അള്ളാഹ് എനിക്ക് നന്നാക്കണം. എന്നിട്ട് അള്ളാഹിനെ ഇങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ഹയാത്തൻ ത്വയ്യിബ, മനോഹരമായ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒരു വർഷത്തിന്റെ ദിവസത്തിന്റെ ആദ്യത്തിൽ എന്ന് പറയുന്നത് മുഹറം 3 അടുത്ത ആഴ്ച നമുക്കറിയാം മുഹറം 9, 10 അടുത്ത വ്യാഴം വെള്ളിയും പ്രബലമായ സുന്നത്ത് നോമ്പാണ്. അത് അനുഷ്ഠിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതേസമയം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കണക്ട് ചെയ്തുകൊണ്ട്, അള്ളാഹായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു പരിശോധന നമ്മൾ നടത്തുക. കഴിഞ്ഞ് നമ്മൾ മറക്കുക, പറയാനുള്ളത് അള്ളാഹിന്റെ മുമ്പിൽ പറയാണെങ്കിൽ പറയാം. തുടർന്നുള്ള ജീവിതത്തിന് നല്ല ഒരു പ്ലാൻ ഉണ്ടാകും. ഇനി ഒരിക്കലും തിരിച്ചു പോക്കില്ല. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങൾ ഓരോന്നോരോന്നും അടുത്തടുത്ത് പോവാണ്. ജീവിതം ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐശ്വര്യകരമായ ജീവിതം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചിങ്ങനെ ചില ദിവസങ്ങൾ അട്ടിവെച്ച ഏതാനും ദിവസങ്ങളാണ് നമ്മുടെ ജീവിതം ആയുസ് എന്ന് പറയുന്നത്. അതാണ് ആയുസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്നെ നോക്കിയാൽ മതി. നിങ്ങൾ കണക്കുകൾ വെച്ചിട്ടൊന്നും നോക്കിയാൽ വളരെ കുറച്ചേ നമുക്കുള്ളൂ ഭൂമിയിലെ ജീവിതം. അത് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ഹയാത്തൻ ത്വയ്യിബ, മനോഹരമായ ജീവിതത്തായിട്ട് അങ്ങനെ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മതിയായ സ്വഭാവത്തിൽ പ്രതിഫലം നൽകും. അവർക്കൊക്കെ ഏറ്റവും മനോഹരമായ പ്രതിഫലം നൽകും. അള്ളാന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, ചെറിയ നന്മകൾ എന്നല്ല, വലിയ നന്മകൾക്കും ചെറിയ നന്മകൾക്കും ധാരാളം പ്രതിഫലം നൽകും. തെറ്റ് പുറത്തു കൊടുക്കും. അങ്ങനെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവരാണ് അള്ളാഹു. അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, റബ്ബിലേക്ക് അടുക്കാൻ, ഓരോ ദിവസത്തെയും അതിനനുസരിച്ച് കൊണ്ട് പരുവപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. മരണത്തെക്കുറിച്ച്, ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് നിരന്തരമായ ആലോചനകൾ നമ്മൾ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട അവന്റെ സച്ചരിതയിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ പടച്ചറപ്പ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിന് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വലിയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, പൈശാചികമായ പ്രലോഭനങ്ങളിൽ നിന്ന്, പ്രകോപനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ നേർവഴിയിൽ ഞങ്ങളെ വഴി നടത്തണമേ തമ്പുരാനെ. അള്ളാഹുവെ നേർവഴിയിൽ ഞങ്ങളെ വഴി നടത്തണമേ തമ്പുരാനെ. അള്ളാഹു വലിയ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. മാരകമായ അസുഖം വന്നു ചേരുന്നതിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ചുറ്റിലും, ഞങ്ങളുടെ കുടുംബത്തിലും, അറിവിലും ഒക്കെ ധാരാളം ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിട്ടുണ്ട്. മാരകമായ അസുഖം വന്നിട്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായിട്ട് വരെ ഞെരുക്കാൻ പുറപ്പെടുന്ന ആളുകൾ. അള്ളാഹുവെ പ്രയാസപ്പെടുന്നവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ വർദ്ധാനം ചെയ്യണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ ഞങ്ങൾക്ക് മുമ്പേ നിന്നിലേക്ക് യാത്ര പിരിഞ്ഞു പോയിട്ടുണ്ട്, ഖബറിടത്തിലാണ്. അള്ളാഹു ഞങ്ങളുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിലെ പലരുടെയും മാതാപിതാക്കൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിട്ടുണ്ട്. അള്ളാഹുവെ അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആഫിയത്ത് നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ അവർക്ക് നീ കഷ്ടപ്പാടുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ഭാര്യയെ, ഞങ്ങളുടെ ഭർത്താവിനെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെ, മാതാപിതാക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ തമ്പുരാനെ. കുടുംബ ജീവിതത്തിൽ കൺകുളിർമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ പൈശാചികമായ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ തമ്പുരാനെ. മക്കളുടെ ബന്ധങ്ങളെ നീ നന്നാക്കണേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ മക്കളാക്കി അവരെ വളർത്തിയെടുക്കാൻ കഴിയണേ തമ്പുരാനെ. അള്ളാഹുവെ പിശാചിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവർ, സച്ചരിതർ എല്ലാവരെയും നീ സഹായിക്കണേ തമ്പുരാനെ. ഇസ്ലാമിന്റെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഇസ്ലാമിന്റെ ഇസ്സത്തിനെ കെടുത്താൻ ശ്രമിക്കുന്ന ഇതിന്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.